നമുക്കിന്നൊരു നാടൻ ഊണായാലോ? ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് എൻ്റെ സ്പെഷ്യലാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് എന്നെ ചാനൽ കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ വായോ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു ചട്ടി എടുക്കുക. ചട്ടിയിലേക്ക് ഒരു തക്കാളി മുറിച്ചിടുക. തക്കാളി മുറിച്ചതിന് ശേഷം മുരിങ്ങാക്കായ് മുറിച്ചിടുക. ആദ്യം മുരിങ്ങാക്കായിൻ്റെ കറിയാണ്. ചെമ്മീനും മുരിങ്ങാക്കായും ഒക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ മുരിങ്ങാക്കായ ഇട്ടതിന് ശേഷം അതിലേക്ക് ചെമ്മീൻ ഇടുക. ചെമ്മീൻ ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഇടുക. അത് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. എന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് അതിന് മുങ്ങി നിൽക്കാനുള്ള പാകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം. അത് വെന്ത് വരുന്നപ്പോഴത്തേക്ക് നല്ല വെന്ത് പരുവായി. മുരിങ്ങാക്കായും ചെമ്മീനൊക്കെ ഒരേ വേവനാണ്. വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് പോരാം. ഞാൻ തേങ്ങ അരച്ചാൽ ഞാൻ വെറും ചെറിയുള്ളി മാത്രമേ കൂട്ടിക്കുള്ളൂ. തേങ്ങ അരച്ചിട്ട് അത് വെന്ത് വന്ന മുരിങ്ങാക്കായിലും ചെമ്മീനിലേക്ക് നമുക്കത് ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം നമുക്കത് വറവിടാൻ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാൻ ശേഷം അതിലേക്ക് കടുകിടുക. കടുകിട്ടതിന് ശേഷം ഉലുവ ചെറിയുള്ളി തൂമിച്ചിട്ടില്ല, ചെറിയുള്ളി. അപ്പോൾ അതിട്ടതിന് ശേഷം അപ്പോൾ നല്ല അടിപൊളി നാടൻ മുരിങ്ങാക്കായി കൊഞ്ച് കറി റെഡി. അതിന് ശേഷം നമുക്കൊരു ഇതുണ്ടാക്കാം, ഉപ്പേരി. ഉള്ളിത്തണ്ട് കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടാന് ശേഷം അതിലേക്ക് കടുകിടുക. അതിന് ശേഷം മുറിച്ചിട്ട് വെച്ചാൽ ഉള്ളിത്തണ്ടും ചെറിയുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം അത് നല്ലോണം ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാൻ തേങ്ങയൊന്നും ഇടുന്നില്ല ഇതിലേക്ക്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വെന്ത് വന്നതിന് ശേഷം അത് നമുക്ക് എന്താക്കാം, ഇറക്കി വെക്കുക. അതിന് ശേഷം നമുക്ക് അയില പൊരിക്കാം. അതിന് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അയിലയിൽ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ലേശം ഗരം മസാല, ഉപ്പ് ഇട്ടിട്ട് പരക്കിയതാണ് ഇവ. നല്ലൊരു ഇല ഇടുക. അതിന് ശേഷം അതിലേക്ക് ചോറ് വിളമ്പുക. അതിലേക്ക് മുരിങ്ങാക്കായും കൊഞ്ചനും ഉള്ള കറി വെക്കുക. ഉള്ളിത്തണ്ട് ഉപ്പേരി ഉണ്ടാക്കുക. അയിലയും വെക്കുക. പപ്പടം കാച്ചിയതും. നല്ല അടിപൊളിയാണ്. നിങ്ങളിന്ന് ഉണ്ടാക്കി നോക്ക്. ഈ മുരിങ്ങാക്കായിൻ്റെ കറി അടിപൊളി നല്ല സെറ്റ് കറിയാണ്. അപ്പോൾ മോനിതാ തിന്നാനിരിക്കുന്ന. അപ്പോൾ ഓനോട് ചോദിക്കുക എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു നോക്കട്ടെ. മോനാണ് ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ്, എങ്ങനെ തിന്നാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഓനിതാ തിന്നാൻ വേണ്ടി പോകുന്ന പപ്പടെല്ലാം കൂട്ടി വെക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.